അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട എടുക്കുക, അതിനെ 2ആയിട്ട് കട്ട് ചെയ്യുക, വീണ്ടും അതിനെ 4 കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യത്തിന് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് 2ാമത്തെ കപ്പ് കടലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടലപ്പൊടി എടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് എടുക്കുക. കട്ടകളുണ്ടാവും, ആ കട്ടകളൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇടിയപ്പം, പത്തിരി, അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. തരിയുള്ള പുട്ടുപൊടിയൊന്നും എടുക്കരുത്, ഒട്ടും തരിയൊന്നുമില്ലാത്ത ഫൈൻ പൗഡർ വേണം ഇതിനായിട്ട് എടുക്കാൻ. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നീളത്തിൽ അരിഞ്ഞെടുക്കണ്ട, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ഈ ഒരു വലിപ്പത്തിൽ സവാള കട്ട് ചെയ്തെടുക്കുക. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഉപ്പ് അഥവാ കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നോക്കിയിട്ട് കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. ജീരകമാണ്, ചെറിയ ജീരകമല്ല. അപ്പോൾ നല്ല ടേസ്റ്റും മണവുമായിരിക്കും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ വലിയ ജീരകത്തിന്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ വലിയ ജീരകം ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലാക്സ് ആണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചതച്ച മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ട് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ. കുറച്ച് വറ്റൽ മുളക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അഥവാ നിങ്ങളുടെ വീട്ടിൽ വറ്റൽ മുളകൊന്നുമില്ല, ചില്ലി ഫ്ലേക്സും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എരിവില്ലാത്ത കശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങളുടെ കൈവശം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എടുക്കുക, അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് കട്ടിക്ക് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഓരോ കടലപ്പൊടിക്ക് അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഞാൻ എടുത്ത 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ കടലപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് ഈ ഒരു പരുവത്തിന്, ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുട്ട ഓരോന്നും 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു മുട്ടയുടെ ഒരു പീസ് എടുക്കുക. ബാറ്ററിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ മാവൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നേരിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ച് എടുക്കാം. ഇപ്പോൾ 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ മുട്ട വെച്ചിട്ട് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്